വാ, ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി. ഇജ്ജ് ഇതിന് കെട്ടിക്കോ. ഇവർക്ക് അനക്ക് നീന്താറിയെന്ന് പറഞ്ഞല്ലേ, ഇജ്ജ് രണ്ടാൾ അപ്പുറത്ത് നീന്തുന്നുണ്ട്. ചേമ്പാ അനക്കല്ലേ നീന്തൽ അറിയുന്ന പറഞ്ഞ് ഇതിക്കാൻ ചാടിക്കോ, ഓളെ കെട്ടിക്കോ. ഹലോ മാഡം, ഹൗ ആർ യു? I see. Where are you from? I'm from Philippines. Philippines. My from India. You know, before I am working from the Saudi Arabia aircraft service. So many Philippines, my friends. Okay? Your marriage? Not yet. You and husband here, India? You like India? Yeah, I like India. You like India? Okay, very good. Thank you. Thank you so much. Hello! ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞങ്ങളോട് പറഞ്ഞ വരുമ്പോൾ ഓരോ വലയും കൊണ്ടുപോയാൽ മീൻ പിടിച്ചാനുള്ള വെറുതെ എത്രങ്ങാനും മീനാണ്. ഇതൊക്കെ പൊരിച്ചാണ്ടല്ല സൂപ്പറായിക്കാരൻ. 500 അടിയിൽ ഒരു ഗ്ലാസ് തുരങ്കം, അതിൽ അലങ്കാര മത്സ്യങ്ങളും കടൽ മത്സ്യങ്ങളും മിക്സ് ചെയ്തിട്ടാണ് നമ്മളത് ഒരുക്കിയിട്ടുള്ളത്. ഇത്രയും വലിയ ടണൽ വയനാട് ജില്ലയിൽ ആദ്യമായിട്ടാണ് കൽപ്പറ്റയിൽ എത്തിയിട്ടുള്ളത്. വേറെ പ്രത്യേകത കൽപ്പറ്റയിൽ വയനാട്ടിൽ ആദ്യമായിട്ടാണ് മത്സ്യകന്യകനെ അവതരിപ്പിക്കുന്നത്. അത് ഫിലിപ്പീൻസ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം വയനാടിൻ്റെ പൊതുവെയുള്ള സാമ്പത്തിക സ്ഥിതി വളരെ പരിതാപ അവസ്ഥയിൽ. ആ സമയത്താണ് നമ്മളെ ഈ ദുരന്തം വന്നതിന് ശേഷം വയനാട്ടിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ വരവ് തീരെ ഇല്ലാണ്ട്, തീരെ തന്നെ പറയാം. കാരണം ഒരു 10% പോലും ഇല്ലാതെ ഒരുപാട് ഹോട്ടലുകൾ, പിന്നെ ടൂറിസ്റ്റ് ഹോമുകൾ, അതേപോലെ റിസോർട്ട്, ഹോം സ്റ്റേ ഒക്കെ പൂട്ടിപ്പോയി. അതായത് താഴ്ത്ത് പോയി അവർ. അത്തരം സാഹചര്യത്തിലാണ് ആളുകളെ, പുറത്തുനിന്നുള്ള ആളുകളെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. ഇങ്ങനൊരു പ്രോഗ്രാം ഇവരിവിടെ ചെയ്യാനുണ്ടായ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. ഏകദേശം 8 മാസങ്ങൾക്ക് മുമ്പ് മുണ്ടക്കൈ ദുരന്തം അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ടൂറിസ്റ്റ് മേഖലയും മറ്റും എല്ലാം വളരെയധികം തണുത്ത് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിനൊന്ന് ഡെവലപ്മെൻറ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞങ്ങളിപ്പോൾ ഉള്ളതേ വയനാട് ജില്ല കൽപ്പറ്റ ബൈപ്പാസിൽ എക്സോ നടക്കുന്നുണ്ട്. അവിടെയാണുള്ളത്. എൻ്റെ പിന്നിൽ കാണുന്നത് മത്സ്യകന്യകയാണ്. ഇനി ഉള്ളിൽ കടലുണ്ട്, ഒരുപാട് ഐറ്റംസ് മീനുണ്ട്, മത്സ്യകന്യകകളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഞാൻ ഉള്ളിൽ പോയിട്ട് ആ കാഴ്ചകളൊക്കെ തീർച്ചയായിട്ടും വീഡിയോയിൽ പകർത്തും. മത്സ്യകന്യകമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ടാകും. അതും ബക്കറാക്കാൻ്റെ നിങ്ങൾക്ക് കാണാം. വാ, ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി. ഇജ്ജ് ഇതിന് കെട്ടിക്കോ. ഇവർക്ക് അനക്ക് നീന്താറിയെന്ന് പറഞ്ഞല്ലേ, ഇജ്ജ് രണ്ടാൾ അപ്പുറത്ത് നീന്തുന്നുണ്ട്. ചേമ്പാ അനക്കല്ലേ നീന്തൽ അറിയുന്ന പറഞ്ഞ് ഇതിക്കാൻ ചാടിക്കോ, ഓളെ കെട്ടിക്കോ. മാന്തളേ വലിയ മുട്ട സംഭവം സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. സൂപ്പറാണ്. I am no study English little. Right. I want to talk with you. Okay. 1 minute. I am now coming. Okay. ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. വയനാട് ഫെസ്റ്റിൻ്റെ ഭാഗമായിക്കൊണ്ട് കൽപ്പറ്റ ബൈപ്പാസിൽ നടക്കുന്ന അക്വോ ടണൽ എക്സ്പോൻ്റെ ഭാഗമായിക്കൊണ്ട് മത്സ്യകന്യക ആണ് ഇത്. അപ്പോൾ അവരെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഹലോ മാഡം, ഹൗ ആർ യു? I am good. I see. Where are you from? I'm from Philippines. Philippines. My from India. You know, before I am working from the Saudi Arabia aircraft service. So many Philippines, my friends. Okay? Your marriage? Not yet. You and husband here, India? You like India? Yeah, I like India. You like India? Okay, very good. Thank you. Thank you so much. Oh. Another one. You forgot to ask my name. Okay. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആളുകളൊക്കെയാണ്. ഞാൻ പേരുണ്ടായിരുന്നു സൈനുദ്ദീൻ, നിസാർ, സാലിം, പിന്നെ വക്കറാക്ക. അപ്പോൾ ഇത് ആര് നടത്തണം, എന്താണ് ഇതിൻ്റെ ഉദ്ദേശം, കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞത്? ഇത് നമ്മൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വയനാട് ജില്ലാ കമ്മിറ്റിയും അതുപോലെ വയനാട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും പിന്നെ ഡ്രീംസ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവൻറ്റ്സ് ടീമും കൂടി സഹകരിച്ചിട്ടാണ് ഇങ്ങനൊരു പരിപാടി നമ്മളിവിടെ കൽപ്പറ്റയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ വരുന്ന പെരുന്നാൾ, അതുപോലെ തന്നെ വിഷു, ഈസ്റ്റർ, സ്കൂൾ വെക്കേഷൻ, ഈ എല്ലാ ആഘോഷങ്ങൾക്കും നമ്മൾ വയനാട് ഈ കൽപ്പറ്റയിൽ എത്തുന്ന ആളുകൾക്ക് എല്ലാ തരത്തിലും ആഘോഷിക്കാൻ പറ്റുന്ന രീതിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് 28-നാണ് ഇതിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞത്. അന്ന് തൊട്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പബ്ലിക് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത് അക്വാ ടണലാണ്. 500 അടിയിൽ ഒരു ഗ്ലാസ് തുരങ്കം, അതിൽ അലങ്കാര മത്സ്യങ്ങളും കടൽ മത്സ്യങ്ങളും മിക്സ് ചെയ്തിട്ടാണ് നമ്മളത് ഒരുക്കിയിട്ടുള്ളത്.
അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത നമ്മളിവിടെ കേരളത്തിലെ ഏറ്റവും വലുതാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതെ ഇപ്പോൾ നമ്മൾ പല ഭാഗത്തും ഇത്തരം ഷോകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വയനാട്ടിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു അക്വാ ടണൽ എന്ന് പറയാം. അതായത് ഡബിളാണ്, 2 തരത്തിൽ ടണലുണ്ട്. ടണലിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിയാലും വീണ്ടും നമ്മളൊരു ടണൽ, അങ്ങനെ ടണലാണ്, ഡബിൾ ടണലായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. ഇത്രയും വലിയ ടണൽ വയനാട് ജില്ലയിൽ ആദ്യമായിട്ടാണ് കൽപ്പറ്റയിൽ എത്തിയിട്ടുള്ളത്. വേറെ പ്രത്യേകത കൽപ്പറ്റയിൽ വയനാട്ടിൽ ആദ്യമായിട്ടാണ് മത്സ്യകന്യകനെ അവതരിപ്പിക്കുന്നത്. അത് ഫിലിപ്പീൻസിൽ നിന്നുള്ള നല്ല ട്രെയിൻ ചെയ്തിട്ടുള്ള ആളുകളാണ് ആ ഷോ ഇവിടെ അവതരിപ്പിക്കുന്നത്. വന്ന് കണ്ടവരൊക്കെ തന്നെ, നിങ്ങളിപ്പം ആളുകളെ റിവ്യൂ എടുത്താൽ അറിയാം, നല്ല അഭിപ്രായമാണ്. ആളുകൾ വന്നവർ തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള പരസ്യം തന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, ഒന്നുകൂടി ചോദിച്ചോട്ടെ. അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്നവർക്ക് 2.5 കോടി രൂപയുടെ സമ്മാനങ്ങളുണ്ട് എന്ന് നിങ്ങൾ പോസ്റ്റർ കണ്ടു. അത് എങ്ങനെയാണ് ഒന്നൊന്ന് വിശദീകരിക്കാമോ? മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം വയനാടിൻ്റെ പൊതുവെയുള്ള സാമ്പത്തിക സ്ഥിതി വളരെ പരിതാപ അവസ്ഥയിൽ. ആ സമയത്താണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി റിയാസ് മിനിസ്റ്റർ അവറുകൾ വയനാട്ടിൽ വരികയും ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് എന്തെങ്കിലും വയനാടിന് വേണ്ടിയിട്ട് ബൂസ്റ്റ് ചെയ്യാനുള്ളൊരു കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വയനാട് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ, വയനാട് ഫെസ്റ്റ് എന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവൽ കേരള വ്യാപാര വ്യവസായ വയനാട് ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്ത് DTPC സഹായിച്ചുകൊണ്ട് നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഷോപ്പുകളിലും പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു പർച്ചേസ് കൂപ്പൺ ഉണ്ട്. അതിൽ 2.5 കോടിയുടെ സമ്മാനം, 2.5 കോടിയോളം വരുന്ന സമ്മാനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. 5 കാറുകൾ, 40 സ്കൂട്ടർ, 8 ബുള്ളറ്റ് കാര്യങ്ങൾ. ആ രീതിയിൽ പറഞ്ഞ സമയത്താണ് നമ്മൾ വയനാട്ടിൽ പല ഈവൻറ്റുകളും എക്സ്പോ ഒക്കെ സംഘടിപ്പിക്കുന്നു പറഞ്ഞ് ആഴ്ചയിൽ വെച്ചിട്ട് ഒരു ഈവൻറ്റ് വയനാട്ടിൽ മൊത്തം നടക്കുന്നുണ്ട്. അതുപോലെ അത് നമ്മൾ അന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലുള്ളതാണ് എക്സ്പോ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ആ എക്സ്പോയിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വരുന്ന ഓരോ കസ്റ്റമറിനും, ഇവിടെ കയറുന്ന ഓരോ ടിക്കറ്റ് എടുക്കുന്ന കസ്റ്റമറും ഈ സമ്മാന കൂപ്പൺ കൊടുക്കുന്നു. ഈ സമ്മാന പദ്ധതിയിൽ അവരും കൂടി ഇൻക്ലൂഡാണ്. ആഴ്ചയ്ക്ക് നറുക്കെടുത്ത് 5 പേർക്ക് 1000 രൂപയുടെ 50 പേർക്ക് 1000 രൂപയുടെ ഗിഫ്റ്റ് വച്ചറും മാസത്തിലെ ഒരു ബുള്ളറ്റും 2 സ്കൂട്ടറും കൊടുക്കും. പോരാത്തതിന് ബമ്പർ സമ്മാനമായിട്ട് മറ്റ് അനവധി 5 കാറുകൾ, മറ്റ് സ്കൂട്ടറുകൾ, ബുള്ളറ്റുകൾ, ഇലക്ട്രോണിക് ഐറ്റംസ് ഏകദേശം 2.5 കോടിയോളം രൂപയുടെ സമ്മാനങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂപ്പന് നമ്മൾ വയനാട് ഏത് കടയിൽ പോയാലും ചോദിച്ചാലും കിട്ടും. വയനാട്ടിലെ വ്യാപാര ഏകോപന സമിതിയിൽ ഏത് കടയിൽ ചോദിച്ചാലും കിട്ടും. പർച്ചേസിന് ഓരോ കാറ്റഗറി അനുസരിച്ച് പർച്ചേസിനുള്ള കൂപ്പണുകളാണ്. ആ കൂപ്പൺ ചോദിച്ച് എല്ലാവരും വാങ്ങാൻ ശ്രമിക്കുക. അതിൽ ഈ സമ്മാന പദ്ധതിയിൽ എല്ലാവരും ഉൾപ്പെടുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് മറ്റൊരു ഉദ്ദേശം വയനാടിനെ ആ ദുരന്തത്തിൽ നിന്നും ഒന്ന് ഉയർത്തിക്കൊണ്ട് തീർച്ചയായിട്ടും നമ്മളെ ഈ ദുരന്തം വന്നതിന് ശേഷം വയനാട്ടിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ വരവ് തീരെ തന്നെ പറയാം. കാരണം ഒരു 10% പോലും ഇല്ലാതെ ഒരുപാട് ഹോട്ടലുകൾ, പിന്നെ ടൂറിസ്റ്റ് ഹോമുകൾ, അതേപോലെ റിസോർട്ട്, ഹോം സ്റ്റേ ഒക്കെ പൂട്ടിപ്പോയി. അതായത് താഴ്ത്ത് പോയി അവർ. അത്തരം സാഹചര്യത്തിലാണ് ആളുകളെ, പുറത്തുനിന്നുള്ള ആളുകളെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. അത് ഏകദേശം സക്സസ് ആണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. കാരണം നല്ല റെസ്പോൺസാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്താണെങ്കിലും സംഘടനയുടെ ഭാഗത്താണെങ്കിലും പൊതുജനങ്ങളുടെ ഭാഗത്താണെങ്കിലും നല്ല റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനൊരു പ്രോഗ്രാം ഇവരിവിടെ ചെയ്യാനുണ്ടായ കാരണം നമുക്കെല്ലാവർക്കും അറിയാം. ഏകദേശം 8 മാസങ്ങൾക്ക് മുമ്പ് മുണ്ടക്കൈ ദുരന്തം, അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ടൂറിസ്റ്റ് മേഖലയും മറ്റുമെല്ലാം വളരെയധികം തണുത്ത് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിനൊന്ന് ഡെവലപ്മെൻറ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇവർ ഇതിന് ഒരുങ്ങിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെയും എല്ലാവിധ പിന്തുണയും സപ്പോർട്ടും ഇത് ഉണ്ടാകണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു. എൻ്റെ കൈ പിടിച്ചു കളിച്ചാൽ അതിലേക്ക് പോകണ്ട, ഞങ്ങൾക്ക് ഒരു അടിപൊളി സംഭവം കാണിച്ചു തരാം. എൻ്റെ പിന്നാലെ പോര്. ഇനി എന്താ ഇവിടുന്ന് അല്ലേ എന്തൊക്കെയാ വർഷാന്? എന്നോട് ഞാൻ പറഞ്ഞേ സകാത്ത് കൽമ ചെല്ലിക്കോ. പോരെ പോരെ. ഹലോ ഹലോ
അപ്പോൾ വന്ന് കണ്ടു, നല്ല അടിപൊളി പ്രോഗ്രാമുകളാണ്. അപ്പോൾ ഒന്നും പറയാറില്ല മക്കളെ, ഞങ്ങൾ ഉള്ളിൽ കയറി കണ്ടു. മത്സ്യകന്യക, ഒരുപാട് ഐറ്റംസ്, വെറൈറ്റി മീനുകൾ എല്ലാം കണ്ടു. ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ്. നിങ്ങൾക്കും സന്തോഷിക്കണ്ടേ? അപ്പോൾ കുടുംബം അടക്കി കയറിങ്ങോട്ട് പോകുന്നോളി, മാനസിക പിരിമുറുക്കൊക്കെ പോവട്ടെ, ജീവിതം എൻജോയ് ചെയ്യാം.